പാകിസ്ഥാനി ഗ്രാമങ്ങളിൽ അതുപോലെ പാകിസ്ഥാനി ടൗണുകളിലൊക്കെ താമസിക്കുന്ന മിക്കവാറും ആളുകളുടെ വീട്ടിൽ 2ഉം 3ഉം തോക്കുകൾ കാണും. അവർ ഈ പാകിസ്ഥാനിൽ നടക്കുന്ന വഴി പ്രശ്നങ്ങൾ, അതുപോലെ കുടുംബ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ നാട്ടിൽ നടക്കുന്ന എന്തെങ്കിലും കശപിശ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർ നേരെ വീട്ടിലേക്കാണ്ട് ഓടുക. വീട്ടിലേക്ക് ഓടിയിട്ട് തോക്കാണ് എടുത്ത് വന്നിട്ടാണ് പ്രയോഗിക്കും. അവർക്കൊരു മടിയില്ല. അങ്ങനെയുള്ള ഒരു പ്രത്യേക ഒരു സംഭവങ്ങളൊക്കെ നടക്കാറുണ്ട് പാകിസ്ഥാനിൽ. ഞാൻ ദുബായിൽ നിന്ന് ഒരു 2-3 പാകിസ്ഥാനികൾ അങ്ങനെ പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിലൊരാളുടെ ദേഹത്ത് ബുള്ളറ്റ് കൊണ്ട പാടും, അതുപോലെ ബുള്ളറ്റ് ഓപ്പറേഷൻ ചെയ്ത പാടൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ കഴിഞ്ഞൊരു ദിവസം ഞാൻ ഒരു പാകിസ്ഥാനിയെ പരിചയപ്പെട്ടു. അപ്പോൾ അവന് നാട്ടിൽ ഇതുപോലൊരു കശപിശ ഉണ്ടായപ്പോൾ അവൻ തോക്കെടുത്തിട്ട് ഒരാളെ കൊലപ്പെടുത്തി. അപ്പോൾ കൊലപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവൻ്റെ ബന്ധുക്കൾ ഇവനെ കാച്ചുമല്ലോ. അപ്പോൾ അത് പേടിച്ച് ദുബൈക്ക് വന്നിക്കുകയാണ്. അതുപോലെ ഒരുപാട് പാകിസ്ഥാനികൾ ദുബൈക്ക് വരാറുണ്ട്. നാട്ടിൽ ഈ കശപിശയിൽ ആരെങ്കിലുമൊക്കെ കൊലപ്പെടുത്തിയിട്ടൊക്കെ ദുബായിൽ വന്നിട്ട് പിന്നെ നാട്ടിലേക്ക് വരാൻ പറ്റില്ല അവർക്ക്. കാരണം അവൻ നാട്ടിലെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ്റെ കുടുംബക്കാർ കൊലപ്പെടുത്തും. അതുകൊണ്ടാണ് മിക്ക പാകിസ്ഥാനികളും പിന്നെ ദുബൈയിൽ സെറ്റിലാവുന്നത്. കാരണം അവരുടെ നാട്ടിൽ തോക്ക് അലൗഡാണല്ലോ. അത് കാരണം ഈ തോക്കെടുത്ത് വെടിവെച്ച് കൊലപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ ദുബൈയിലേക്കാണ് വരിക. പിന്നെ നാട്ടിൽ വന്നാൽ അവൻ്റെ കുടുംബക്കാരെ അവരെ കാച്ചു. എന്താല്ലേ?